அங்கே ஏதாவது ஒரு பாட்டு அவங்க ரெக்கார்ட் பண்ணிட்டு இருக்கு, என்ன தெரியாது சார், பேங்கில் காசு இல்லாத, பேங்கில் காசு இருக்கு சார். ശരിക്കും പൂച്ച അയച്ച ആൾ ആരാണെന്ന് സാറിനെങ്കിലും അറിയോ? മഞ്ജുവൊക്കെ എപ്പോഴും വിഗൊക്കെ വെച്ചിട്ടൊക്കെ, എല്ലാവർക്കും വിഗൊക്കെ, എനിക്ക് മാത്രമാണ് വിഗ് ഇല്ലാത്ത ഒരാളുള്ളൂ. ഞാൻ സോങ്ങിന്റെ സമയത്ത് മഞ്ജുവിനടുത്തു ഒരു ദിവസം എനിക്ക് ആ വിഗ് മണിയെ ഇല്ലാതെ സമ്മർദ്ദത്തിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാമല്ലോ. നിങ്ങൾ പിള്ളേർ സെറ്റ് ഡെന്നിസ് അങ്കിളായിട്ടായിരുന്നു രവിശങ്കർ അങ്കിളായിട്ടായിരുന്നു കൂടുതൽ കൂട്ട്? ആ ഏരിയയിലേക്ക് പോകണ്ട, അവിടെ നിന്ന് ഞാൻ മോശം. പുള്ളിയുടെ ബോസിനെ പറ്റി പറഞ്ഞാൽ പുള്ളി സത്യം പുറത്തു വിടും. പറയേണ്ട താമസമുള്ളൂ പിന്നെ ഒച്ചപ്പാടാ, പിന്നെ നിർത്താൻ പറഞ്ഞാലും നിർത്തില്ല. ശരിക്കൊരു വെക്കേഷൻ പോലെ തന്നെ അഭിനയം സൈഡിലും ഞങ്ങളുടെ എന്താ പറയുക ഒരുമിച്ചുള്ള സമയങ്ങൾ ഒരുപാട് കൂടുതൽ വരുന്നു. മെയിൻ ആക്ടേഴ്സ് ഈ സിനിമയിൽ യൂസ് ചെയ്ത ഡ്രസ്സൊക്കെ ചിലപ്പോൾ അടുത്ത സിനിമയിലെ ഒരു സൈഡ് ക്യാരക്ടേഴ്സിനൊക്കെ കൊടുക്കും. സുകുമാരി അമ്മ ഇടയ്ക്ക് കുക്ക് ചെയ്ത് തരും, നമ്മൾ ആരെങ്കിലും ഒന്ന് വിശക്കണമെന്നൊന്നും പാടോ. ചേട്ടനും ഞങ്ങളുടെ ഒപ്പം തന്നെ കൂടുതലും എല്ലാത്തിലും കുതിരയുടെ ആയാലും ഓരോ സൗണ്ട് കേൾപ്പിച്ചു തരലും. മണിച്ചേട്ടൻ പിന്നെ അങ്ങനെ ഒരു സ്റ്റാർ അങ്ങനെയല്ല, നമ്മുടെ കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് എന്ത് വേണോ അതൊക്കെ ചെയ്തു തരേണ്ട ഒരാളായിരുന്നു. സ്മാർട്ട് ഫോൺ പർച്ചേസിന് ഓക്സിജൻ നൽകുന്ന ഉറപ്പ്. ഏറ്റവും കുറഞ്ഞ വില, വമ്പിച്ച കളക്ഷൻസ്, ബെസ്റ്റ് ഫിനാൻസ്, ക്യാഷ് ബാക്ക് ആൻഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ. സ്മാർട്ട് ഫോണിന് ഓൺലി ഓക്സിജൻ. Oxygen, the smartphone expert. Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler. വെൽക്കം ടു മൂവി വെൽ മീഡിയ. ഇറ്റ്സ് മീ നൂർജഹാൻ. ആൻഡ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് സമ്മർ ഇൻ ബെത്ലഹേം റീ റിലീസുമായി ബന്ധപ്പെട്ട് വിശേഷങ്ങൾ പങ്കുവെക്കാനായിട്ട് സിനിമയുടെ ക്രൂ ആണ്. വെൽക്കം. അപ്പോൾ വീണ്ടും സമ്മർ ഇൻ ബെത്ലഹേം പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നോ? ഇങ്ങനെ ഒന്ന് ലൈക്ക് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിലും ഇത് ഇത്ര പെട്ടെന്ന് സാധിക്കും അങ്ങനെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നോ? അല്ല, ഇങ്ങനൊരു ചിന്ത അടുത്ത കാലത്താണ് ഉണ്ടായത്. കാരണം ഇത് അന്ന് വന്ന് വലിയ സക്സസ് ആയൊരു മൂവിയാണ്. പക്ഷെ പിന്നീട് സോഷ്യൽ മീഡിയയിലൊക്കെ ആ സിനിമ ഇറങ്ങുന്ന സമയത്ത് ജനിച്ചിട്ടില്ലാത്തൊരു ജനറേഷൻ ഇതിനെ പറ്റി ചർച്ച ചെയ്ത് കണ്ടപ്പോൾ വീണ്ടും ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ഇതിന് സാധ്യതയുണ്ട് എന്നുള്ളൊരു തോന്നലിലാണ് നമ്മൾ ഈ റിലീസിനെ കുറിച്ച് ചിന്തിച്ചത്. തീർച്ചയായിട്ടും അത് ആ രീതിയിൽ ആൾക്കാർ, നമ്മൾ പലപ്പോഴും ആൾക്കാരുടെ നമ്മളെ കാണുമ്പോൾ പലപ്പോഴും ഈ സിനിമയെക്കുറിച്ച് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു റിവീൽഡ് അല്ലാത്തൊരു സീക്രട്ടിനെ കുറിച്ച് എല്ലാവരും ചോദിക്കും. ഒരു പൂച്ച അയച്ച ആളെക്കുറിച്ച് അറിയാനുള്ളൊരു ആകാംക്ഷ എല്ലാവരും ചോദിക്കാറുണ്ട്. അപ്പോൾ അത് ഒരു പക്ഷേ ഈ ഒരു പുതിയ ജനറേഷനെ കൂടെ അവരെ കൂടെ അവർക്കും ഇത് കാണാനുള്ള ആഗ്രഹമുണ്ടെന്നൊരു തോന്നലിൽ നിന്നാണ് നമ്മൾ റീ റിലീസ് ഇതിനെക്കുറിച്ച് ചിന്തിച്ചത്. കാരണം ഇതിനു മുമ്പ് കൊക്കേഴ്സിൻ്റെ തന്നെ ഞാൻ സംവിധാനം ചെയ്ത ദേവദൂതനും റീ റിലീസ് വന്നപ്പോൾ അത്തരത്തിലുള്ളൊരു ജെൻസി ആൾക്കാരുടെ താല്പര്യത്തിൽ നിന്ന് തന്നെയാണ് അങ്ങനെ ഒരു ചിന്ത നമ്മൾ ഉണ്ടായത്. അത് വലിയ രീതിയിൽ സ്വീകരിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ ഇത് അതിനുള്ളൊരു ഇൻസ്പിറേഷനായിട്ട് മാറുകയും ചെയ്യും. അതെ, ഏറ്റവും കൂടുതൽ കമൻസ് ഇതുപോലെ ദേവദൂതൻ്റെ ആണെങ്കിലും ടൈമിലൊക്കെ കമൻസ് ഉണ്ടായിരുന്നു, സമ്മർ ഇൻ ബെത്ലഹേം റീ റിലീസ് വേണം എന്ന് പറഞ്ഞിട്ട്. അതുപോലെ ഇപ്പോൾ ജയറാമേട്ടൻ്റെ ആയാലും സുരേഷൻ്റെ ഒക്കെ ആയാലും ഇൻ്റർവ്യൂസിൻ്റെ അടിയിലും ഇതുപോലെ റീ റിലീസ് വേണം എന്ന് പറഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോഴാണോ ഇങ്ങനെ ഒരു തീരുമാനത്തിലോട്ട് എത്തിയത്? അത് കണ്ടുകൊണ്ടല്ല തീരുമാനം. പബ്ലിക്കിന്റെ അതേമാതിരി പല കമന്റ്സും പ്രേക്ഷകരുടെ സൈഡിൽ നിന്ന് വന്നപ്പോഴാണ് നമ്മൾ തീരുമാനം. ആക്ച്വലി ഞങ്ങളിത് പ്ലാൻ ചെയ്തൊരു സെക്കൻഡ് പാർട്ട് അതിൻ്റെ ഒരു എന്നുള്ള ലെവലിലാണ് ഇതിൻ്റെ തോട്ട് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തെങ്കിലും അത് കുറച്ച് ഡിലേഡ് ആകും എന്ന് കണ്ടപ്പോഴാണ് ഞങ്ങൾ എന്നാൽ ഇതൊന്ന് അറ്റംപ്റ്റ് ചെയ്യാം എന്നുള്ളതിൽ ഞങ്ങളിത് കാണുകയും അന്നത്തെ ഫോട്ടോഗ്രാഫിയും അതേമാതിരി തന്നെ സോങ്സും ഇവരൊക്കെ ധരിച്ചിരുന്ന കോസ്റ്റ്യൂംസും കാര്യങ്ങളൊക്കെ ഇന്നും അപ്ഡേറ്റ്, ഇന്നത്തെ ഫാഷന് തുല്യമായിരുന്നു. വിഷ്വലി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് തോന്നി. അങ്ങനെയാണ് അത് 4K-യിലേക്ക് കൺവേർട്ട് ചെയ്യാമെന്ന്. അപ്പോൾ 4K കൺവേർട്ട് ചെയ്ത് ആ സ്റ്റേജിൽ ഞാനും സിരിയും കൂടെ കാണുകയും അപ്പോഴും നമുക്ക് കൂടുതൽ അതിലേക്ക് അട്രാക്ഷൻ വരികയും അതേപോലെ തന്നെ പിന്നെ ഫോട്ടോ അറ്റ്മോസിലേക്ക്. ഇത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, അന്ന് മോണോ ട്രാക്കിലാണ് അന്ന് സിനിമ ഉണ്ടായിരുന്നത്. പക്ഷേ ഞങ്ങളുടെ ടീമിൻ്റെ വർക്ക് കൊണ്ട് അത് അറ്റ്മോസിൽ ആക്കി മാറ്റി. അത് ഹിമാലയൻ ടാസ്ക് ആയിരുന്നു. പക്ഷേ ഇന്ന് ഞങ്ങൾ സെൻസേർഡാണ്. ആ പടം സെൻസർ ചെയ്തു, റീസെൻസർ ചെയ്തു, മറ്റുള്ള ഇതിലേക്കൊക്കെ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അത് ദാറ്റ് ഈസ് സംതിങ് സ്പെഷ്യൽ സമ്മർ ഇൻ ബെത്ലഹേം. ചേച്ചി ഇപ്പോൾ നോക്കുകയാണെങ്കിൽ 1998 ആ ഒരു ടൈമിൽ നിങ്ങളെല്ലാവരും ഒരുമിച്ച് അഭിനയിച്ച ഒരു മൂവി, ചേച്ചിക്ക് അപ്പോൾ ഭയങ്കര ചെറിയതല്ലേ. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ ഇത്രയും വർഷം 26 വർഷം
മുകളിലായി 27 വർഷം. അപ്പൊ അത്രയും കഴിഞ്ഞിട്ട് വീണ്ടും വന്ന് ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് എല്ലാവരെയും കാണുമ്പോൾ എല്ലാവരെയും മാറ്റങ്ങൾ കാണുമ്പോൾ എന്താ തോന്നുന്നത്? എനിക്കിപ്പോ മോളെ കണ്ടപ്പോൾ അന്ന് കണ്ട പോലെ തന്നെ വലിയ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഫിസിക്കലി ഉറപ്പായിട്ട് ഇത്രയും വർഷം കഴിയുമ്പോൾ അതിന്റെ വ്യത്യാസം. പക്ഷെ ആ കുട്ടിത്വവും ആ വർത്തമാനവും ഒക്കെ ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഞങ്ങൾ ആ സമയത്ത് ഒരുപാട് സമയം ഒരുമിച്ച് സ്പെൻഡ് ചെയ്ത ആൾക്കാരാണ്. ശരിക്കൊരു വെക്കേഷൻ പോലെ തന്നെ അഭിനയം സൈഡിലും ഞങ്ങളുടെ എന്താ പറയുക ഒരുമിച്ചുള്ള സമയങ്ങൾ ഒരുപാട് കൂടുതൽ വരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് അതിലെ ഓരോ നിമിഷങ്ങളും വളരെ എന്താ പറയുക ഇമ്പോർട്ടൻ്റ് ആണ്. അതെ, ഇപ്പോഴും അതായത് ഓരോ നിമിഷവും അതിങ്ങനെ ടി വിയിലാണെങ്കിലേ എപ്പോൾ വന്നാലും ആ ഒരു മെമ്മറീസ് നേരെ അങ്ങോട്ടേക്ക് എത്തുന്ന പോലെ ആ പ്ലേസ് ഒക്കെ മിസ് ചെയ്യാറുണ്ട് അത് കാണുന്ന സമയത്ത്. ഉറപ്പായിട്ട് അത് കഴിഞ്ഞിട്ട് കുറേ വർഷം കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഒരു കസിൻ്റെ കല്യാണത്തിന് അവിടെ പോയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾക്ക് ഓരോ സ്ഥലത്തും ഇവിടെ എന്താണ് ഷൂട്ട് ചെയ്തതെന്ന് വരെ ഓർമ്മയുണ്ടാവും. കാരണം അത്ര ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട് ആ മൂവി നമ്മളെല്ലാവരും. അതെ, സിബി സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനകത്തുള്ള കോസ്റ്റ്യൂമിനെ പറ്റിയിട്ട്. അതായത് ഇപ്പോഴും ആ ഒരു ട്രെൻഡ്, ഇപ്പം മഞ്ചേച്ചിയൊക്കെ ആണെങ്കിലും ഇവരൊക്കെ ഓരോരുത്തരാണെങ്കിലും ഇട്ടിരുന്ന ഓരോ ഔട്ട്ഫിറ്റ് ആണെങ്കിലും ഇപ്പോഴും ആ ഒരു ട്രെൻഡ് അതുപോലെ തന്നെ നിൽക്കും. മേ ബി ആ ഒരു ടൈമിലെടുത്ത പല സിനിമകളിലെയും കോസ്റ്റ്യൂംസ് ഒക്കെ അത്രയും അപ്ഡേറ്റഡ് അല്ലായിരുന്നു. അന്നത്തെ കാലത്ത് ആ ഒരു കോസ്റ്റ്യൂം അതൊക്കെ എങ്ങനെയാണ് സംഭവിച്ചത് ശരിക്കും പറഞ്ഞത്? ഇത് SP സതീഷനായിരുന്നു ഇതിൻ്റെ കോസ്റ്റ്യൂമർ. സതീഷിന് ഇൻഡസ്ട്രിയിലേക്ക് ഇങ്ങനെ വരുന്ന ഒരു സമയമാണ്. സതീശൻ പെട്ടെന്ന് വരികയും പെട്ടെന്ന് ഒരു വളരെ തിരക്കുള്ളൊരു കോസ്റ്റ്യൂമറായിട്ട് മാറുകയും ചെയ്തതിൻ്റെ കാരണം ഈ ട്രെൻഡിനൊപ്പം നിൽക്കാൻ കഴിയുന്ന ഒരാളാണ്. ഏറ്റവും എന്താണ് ഹെഡ് ഓഫ് ട്രെൻഡായിരുന്നു അദ്ദേഹം ചെയ്തത്. അതുകൊണ്ടാണ് 27 വർഷങ്ങൾക്ക് മുൻപ് ചെയ്ത അതേ കോസ്റ്റ്യൂംസ് ഇന്നും റിലവൻ്റായിട്ട് ഇന്നത്തെയും ഇപ്പോഴത്തെ ഒരു ട്രെൻഡിനോട് ചേർന്ന് നിൽക്കുന്നത്. ഇത് തന്നെയായിരുന്നു ദേവദൂതൻ്റെ കാര്യത്തിൽ സംഭവിച്ചത്. ദേവദൂതൻ്റെ കോസ്റ്റ്യൂംസും അതേപോലെ തന്നെ ഒരു കാലത്തിനെ അതിജീവിച്ച ഒരു ഡിസൈൻസ് ആയിരുന്നു. ഇപ്പോഴും ഈ സിനിമയിൽ ഇപ്പോൾ പ്രത്യേകിച്ചും മഞ്ജുവിൻ്റെ ആ ഒരു രാത്രി കൂടി പാട്ടിലൊക്കെ മഞ്ജുവിൻ്റെ സോളോ സമയങ്ങളിലൊക്കെ ഉള്ള BGMസിലൊക്കെ മഞ്ജു ഇടുന്ന കോസ്റ്റ്യൂംസൊക്കെ വളരെ അന്നേ അത് വളരെ മോഡേൺ ആണ്, ഇന്നും അത് റിലവൻ്റ് ആണ്. ഇവരുടെ ഓരോരുത്തരുടെയും കോസ്റ്റ്യൂംസ് എല്ലാം ഇപ്പോൾ കുട്ടികളിടുന്നതായാലും ജയറാമിൻ്റെതും സുരേഷിൻ്റെതും ഒക്കെയും വളരെ എന്താണ് അപ് ടു ഡേറ്റ് ആയിട്ട് ഇന്നും നമുക്കതിനെ നോക്കി കാണാൻ കഴിയും. അപ്പോൾ ഈ സിനിമയുടെ മൊത്തം കാര്യങ്ങൾക്ക് ഒട്ടും ഒരു പഴമ ഉണ്ടായിട്ടില്ല. ഇപ്പം നമ്മളത് കാണുമ്പോൾ നമുക്ക് തോന്നും ഇത് അന്നിറങ്ങിയൊരു സിനിമയാണെന്ന് തോന്നാത്ത രീതിയിൽ ഇന്ന് ഇവരുടെയൊക്കെ രൂപത്തിൽ വന്ന മാറ്റങ്ങളേ ഉള്ളൂ. ആക്ടേഴ്സിൻ്റെ ആയാലും പിന്നെ ടെക്നീഷ്യൻ. ഇപ്പം ഞാൻ പോലും അന്ന് എനിക്ക് I was around 40+ ആയിരുന്നു. ആ 27 വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ രൂപത്തിലോ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ കാഴ്ച എന്താണ് ഒരു മാറ്റങ്ങളുണ്ടാകുന്നല്ലാതെ ഞങ്ങളുടെ ആരുടെ മനസ്സിലാ മാറ്റമില്ലാതെ ഇപ്പൊ ഈ കോസ്റ്റ്യൂമിന്റെ കാര്യം സംഗീത ചേച്ചിയില്ല ജ്യോതി എന്ന് പറഞ്ഞ കഥാപാത്രമൊക്കെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡി ആയിട്ടുള്ള ആ ഒരു അത്രയും മോഡേൺ ആയിട്ട് എനിക്ക് ആ സമയത്തൊക്കെ മലയാളം ഹീറോയിൻസിനെ കാണുമ്പോൾ ഏറ്റവും ട്രെൻഡി ആയിട്ടുള്ള കുറച്ച് പേരില്ല. അപ്പൊ ഈ സ്റ്റൈലൊക്കെ നിങ്ങളൊക്കെ ലൈക്ക് എങ്ങനെയായിരുന്നു നോക്കി കാണുന്നത്? ആ ഒരു ക്യാരി ചെയ്യുന്ന സ്റ്റൈല് ഓരോരുത്തർക്കും ഇൻഡിവിജ്വാലിറ്റി ഉണ്ടായിരുന്നു. അത് ഓരോ ക്യാരക്ടേഴ്സിനനുസരിച്ചിട്ടാണ് അതിന്റെ കോസ്റ്റ്യൂമും ഹെയർ ഡ്രസ് ആണെങ്കിലും എല്ലാം ചെയ്തിരിക്കുന്നത്. ഞാനൊരു വളരെ നാടനായിട്ടൊരു കുട്ടിയായതുകൊണ്ട് എനിക്കിങ്ങനെ ഒരു ലോങ് ഹെയറോ അപ്പൊ എനിക്ക് ഭയങ്കര ആഗ്രഹം തോന്നിയിട്ടുണ്ട്. മഞ്ജുവൊക്കെ എപ്പോഴും വിഗൊക്കെ വെച്ചിട്ടൊക്കെ എല്ലാവർക്കും വിഗൊക്കെ ഉണ്ടായിരുന്നു, എനിക്ക് മാത്രമാണ് വിഗ് ഇല്ലാത്ത ഒരാളുള്ളൂ. അപ്പൊ ഞാൻ എപ്പോഴും എനിക്ക് മാത്രം ഞാൻ സോങ്ങിന്റെ സമയത്ത് മഞ്ജുവിനടുത്തു ഒരു ദിവസം എനിക്ക് ആ വിഗ് ഇവിടെ ഇങ്ങനെ വെച്ച് എന്നിട്ട് ഞാൻ മഞ്ജുവിനോട് ചോദിച്ച് സോങ്ങിൽ മാത്രം അത് യൂസ് ചെയ്യുന്നത്. പക്ഷെ ക്യാരക്ടറായിട്ട് നിൽക്കുമ്പോൾ നമുക്ക് അങ്ങനത്തെ ചേഞ്ചസ് വരുത്താൻ പറ്റില്ലല്ലോ. കാരണം ആ ക്യാരക്ടർ ഇങ്ങനെ ഒരു പാവം ക്യാരക്ടർ, അതിന് അഞ്ചു പേർക്കും ഓരോ പ്രത്യേകത ഉണ്ടല്ലോ. ഇവര് ഇതില് ഏറ്റവും പ്രത്യേകത മാറി നിൽക്കുന്നതും ശ്രീജയുടെ ക്യാരക്ടർ. കേരളത്തിൽ ജീവിക്കുന്ന തിരുവനന്തപുരത്ത് ജീവിക്കുന്ന ഒരു SP അമ്മാവന്റെ മോളാന്ന് പറഞ്ഞത്. സ്റ്റുഡിയസ് ആയിട്ടുള്ള ഒരാളല്ലേ, MBBS ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് നാടൻ. അപ്പം സൽവാറും കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു നമ്മുടെ ഒരു കേരളത്തിലൊരു കുട്ടി ധരിക്കുന്ന കുറിയൊക്കെ തൊട്ട് അങ്ങനെയൊക്കെയായിരുന്നു. ബാക്കി 3 പേരും, ഒരാൾ ഹൈദരാബാദിൽ നിന്നാണ്, ഒരാൾ ഡൽഹിയിൽ നിന്നാണ്, ഒരാൾ ബാംഗ്ലൂരിൽ നിന്നൊക്കെ പറയുമ്പോൾ അവിടുത്തെ ആ ഒരു മെട്രോ സിറ്റിയിലെ ലൈഫിൽ ഭാഗമായിട്ട് വരുന്നവർക്ക് അവരുടേതായിട്ടുള്ള കോസ്റ്റ്യൂംസ് ആണ്. മഞ്ജു ഇതിനൊക്കെ അപ്പുറത്തേക്ക് കുറച്ചും കൂടെ അതാണ്. അപ്പോൾ അങ്ങനെ ഒരു ക്യാരക്ടറിനനുസരിച്ചാണ് കോസ്റ്റ്യൂംസ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. ആ ഒരു നമ്മളൊരു ഓരോ ആക്ടേഴ്സിനും അവരുടെ ക്യാരക്ടേഴ്സിനോട് ചേർന്ന രീതിയിലാണ് കോസ്റ്റ്യൂംസ് എപ്പോഴും ഡിസൈൻ ചെയ്യാറുള്ളത്. അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. പക്ഷേ അതെല്ലാം ഇപ്പം ശ്രീജയുടെ ഡ്രസ്സ് പോലും ഇന്നും ആൾക്കാർക്ക് അത് ഒരു പഴയ ഒരു പാഷനൊന്നും അല്ല അതിനകത്തുള്ളത്. ഏതെങ്കിലും കോസ്റ്റ്യൂം എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നോ ആ സമയത്തൊന്നും? ഇല്ല. പ്രൊഡ്യൂസർ കൊടുക്കണ്ടേ? അങ്ങനെ ചോദിച്ചിട്ടൊക്കെ ഉണ്ടോ?
അന്ന് അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല. ഇല്ല. എന്ന് വെച്ച് കഴിഞ്ഞാല് ചോദിച്ചാൽ കൊടുക്കും, അത് വേറെ കാര്യം. പക്ഷേ അങ്ങനെ ഒരു യൂസ്ഡ് കോസ്റ്റ്യൂം നമ്മൾ സാധാരണ അങ്ങനെ ഒരു ഇതിൽ എന്തെങ്കിലും ഒരു കണ്ടിന്യൂറ്റി പ്രോബ്ലം വന്ന് ഡബിൾ പോസിറ്റീവ് കാണുമ്പോഴത്തേക്കും ആ കോസ്റ്റ്യൂമിന്റെ ആവശ്യമുണ്ട് ഏത് ക്യാരക്ടർ. അത് കാരണം സൂക്ഷിക്കുമായിരുന്നു. അത് അങ്ങനെയാണ് അതിന്റെ അന്നത്തെ കാലഘട്ടത്തിൽ ചെയ്തിരുന്നത്. നമ്മൾ ആ ചൂളമടിച്ചു പാട്ടിൻ്റെ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് ഷോർട്സിൻ്റെ കുറവ് വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ ഇവരെയൊക്കെ വരുത്തിയിട്ട് ചെന്നൈയിൽ നമ്മുടെ ഗാർഡനിൽ എന്താണ് ബൊട്ടാണിക്കൽ ഗാർഡനകത്ത് പോയിട്ട് ഷൂട്ട് ചെയ്തു കുറച്ച് ക്ലോസപ്സ് ഒക്കെ ഇവരുടെ. കാരണം എഡിറ്റ് ചെയ്ത് നോക്കുമ്പോൾ ചില ഒരു 1-2 ഷോർട്സുകളൊക്കെ വേണമെന്ന് തോന്നി. ഇപ്പോൾ ഇവരെല്ലാവരും വരുത്തി ഒരു ദിവസം പകൽ നമ്മളവിടെ. അപ്പോൾ ആ ഈ കോസ്റ്റ്യൂംസ് റിലീസ് വരെ എന്തായാലും കോസ്റ്റ്യൂംസ് നമ്മൾ സൂക്ഷിക്കും. കാരണം അത് എന്തെങ്കിലും പ്രീ ഷൂട്ട് വേണ്ടി വന്നാലോ എന്നൊക്കെ വിചാരിച്ചിട്ട്. പിന്നീട് ഇവർ സാധാരണ പ്രൊഡ്യൂസർമാർ ചെയ്യാറുള്ളത് പിന്നെ അടുത്ത സിനിമ വരുമ്പോഴത്തേക്കും മെയിൻ ആക്ടേഴ്സ് ഈ സിനിമയിൽ യൂസ് ചെയ്ത ഡ്രസ്സൊക്കെ ചിലപ്പോൾ അടുത്ത സിനിമയിലെ ഒരു സൈഡ് ക്യാരക്ടേഴ്സിനൊക്കെ കൊടുക്കും. അങ്ങനെ ഇപ്പോൾ ജയറാമിൻ്റെയൊക്കെ കോസ്റ്റ്യൂം വേറെ ഇവരുടെ തന്നെ സിനിമകളിൽ ഞാൻ തന്നെ എനിക്ക് തോന്നുന്നത് ദേവദൂമിലേക്ക് സംഭരണിൻ്റെ പല കോസ്റ്റ്യൂംസും സപ്പോർട്ടിങ് ക്യാരക്ടേഴ്സിനൊക്കെ അത് വലിയ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്കൊക്കെ ആയിട്ട് കൊടുക്കും. അങ്ങനെ അത് പോകുന്നത്. അത് നമ്മൾ ഈ കോസ്റ്റ്യൂമിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഇപ്പോൾ ഡെന്നീസിൻ്റെ ആണെങ്കിലും രവിശങ്കറിൻ്റെ ആണെങ്കിലും ഇവരുടെയൊക്കെ കോസ്റ്റ്യൂം ഇപ്പോഴത്തെ ഒരു സ്റ്റൈൽ ഓഫ് മറ്റേ പുള്ളോവർ ടീഷർട്ട്സ് അതൊക്കെ വെച്ചിട്ട് നമ്മളിപ്പോൾ കാണുന്ന ഒരു സ്റ്റൈല്. ഈ ഒരു ലൊക്കേഷൻ ചൂസ് ചെയ്യാനായിട്ടുള്ള മെയിൻ റീസൺ എന്തായിരുന്നു? അല്ല, ഇത് നമ്മളൊരു വെക്കേഷൻ മൂഡിലുള്ള സിനിമയല്ല. ആൾക്കാരൊരു സമ്മർ വെക്കേഷനിലേക്ക് വരാണെങ്കിൽ നമ്മൾ സമ്മർ വെക്കേഷനൊക്കെ പോകുന്നത് ഇപ്പോൾ ഹിൽ സ്റ്റേഷൻസിലേക്കൊക്കെ ആണല്ലോ. ഊട്ടിയാണ് നമ്മുടെ ആൾക്കാർ പ്രിഫർ ചെയ്യുന്ന അക്കാലത്തൊക്കെ ഏറ്റവും കൂടുതലായിട്ട് പോകുന്നൊരു വെക്കേഷൻ സ്ഥലമെന്ന് പറയുന്നത്. അപ്പോൾ നമ്മളൊരു ആ ഒരു വെക്കേഷൻ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്ന അങ്ങനെ ഒരു സ്ഥലത്തേക്ക് ഇവർ എത്തുകയാണ്. അപ്പോൾ ഈ കഥയിൽ ഈ ഒരു ഫാമുണ്ട്, അതൊരു ഹിൽ സ്റ്റേഷനാണ്. നമ്മൾ ഊട്ടിയാണെന്നും പറയുന്നില്ല, ഒരു ഹിൽ സ്റ്റേഷനാണ്. നമ്മളതിനകത്ത് ചില പേരുകളൊക്കെ പറയും, ബൈസൺ വാലിയിലേക്ക് പോകുന്ന റൂട്ടിൽ എന്നൊക്കെ പറഞ്ഞ ചില കഥകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് സംവേർ ഇൻ കേരള ഒരു ഹിൽ സ്റ്റേഷനാണ്. അവിടെ നമ്മൾ ആ ഒരു അങ്ങനത്തെ ഒരു നമുക്ക് അന്ന് ഏറ്റവും ആക്സസിബിൾ ആയിട്ടില്ല. ഇന്ന് വാഗമണ്ണൊന്നും അത്രയും ഡെവലപ്ഡ് ആയിട്ടില്ല. നമുക്ക് അവിടെ പോകാൻ പറ്റുന്നൊരു സ്ഥലം ഊട്ടിയായിരുന്നു. പക്ഷേ ഊട്ടിയിലാണ് ഷൂട്ട് ചെയ്തതെങ്കിലും അതിന് മുമ്പ് ഊട്ടിയിൽ ഷൂട്ട് ചെയ്ത സിനിമകളിലേക്ക് ഒരു സ്ഥിരമായിട്ട് ഷൂട്ട് ചെയ്യുന്ന സ്ഥലങ്ങളെ ഞങ്ങൾ പരമാവധി അവോയ്ഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ബട്ട് ഇപ്പോഴും നമ്മൾ സമ്മർ ഇൻ ബെത്ലഹേമിൽ കണ്ട ഒരു ഊട്ടി നമ്മൾ നേരിട്ട് പോലും ആ ഒരു ഭംഗിയിൽ കാണാൻ പറ്റുന്നില്ല. എന്താ ഫ്രെയിംസിലുള്ള മാജിക് ശരിക്കും പറഞ്ഞാൽ? നമ്മൾ അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് പോയി കൂടുതൽ. സാധാരണ എല്ലാവരും പോയി ഷൂട്ട് ചെയ്യുന്ന സ്ഥലങ്ങളെ കഴിവതും ഒഴിവാക്കി. കുറേയൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ പേമന്ത് എന്നൊക്കെ പറയുക, സ്കൂൾ മന്ത് എന്നൊക്കെ പറയുന്ന സ്ഥിരം ലൊക്കേഷനുകളുണ്ട്, ആ പൈൻ ട്രീസൊക്കെ ഉള്ളത്. പക്ഷെ അതൊക്കെ പരമാവധി ഒഴിവാക്കിയിട്ട് നമ്മൾ കുറച്ചും കൂടെ ഓൾഡ് മൈസൂർ റോഡിലും അവിടെ ഇവിടെയൊക്കെ മാറിയുള്ള നമ്മൾ ആ ചൂളമടിച്ചുവിൻ്റെ ഹില്ലെന്നൊക്കെ പറയുന്നത് ഒരു 2 മണിക്കൂർ ട്രാവൽ ചെയ്ത് വെളുപ്പിന് 4 മണിക്ക് ഞങ്ങളെല്ലാവരും ട്രാവൽ ചെയ്ത് അവിടെ ചെന്ന് ആ കുന്നിൻ്റെ മുകളിൽ കയറി. ഇന്നും എൻ്റെ വീട്ടിലൊരു ഫോട്ടോ ഇരിപ്പുണ്ട്. സിയാദ് ഈ കുന്ന് നടന്ന് കയറിയിട്ട് അടുത്തൊരു കസേര വന്ന് ഇരിപ്പുണ്ട്. നമുക്ക് അത്രയും സ്ട്രെയിൻ എടുത്താണ് നമ്മൾ ഓരോ ലൊക്കേഷനിലേക്ക് എത്തിപ്പെടുന്നത്. അത്രയും എഫേർട്ട് എടുക്കുന്നുണ്ട്. ഇപ്പം ഇവരെല്ലാവരും കൂടി ഒരു സ്കൂൾ കുട്ടികളുടെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഷർട്ട്, പിന്നെ ഒരു ചെക്സ് ഉള്ള ഒരു യെല്ലോ കളർ അതൊക്കെ എവിടെയാണെന്നുള്ളത് അത്രയും നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. സ്ഥലങ്ങളെ അങ്ങനെ തപ്പിപ്പോയി കണ്ടുപിടിച്ചെടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് നമുക്ക് വിഷ്വൽസിൽ വരുന്നുണ്ട്. അത്രയും എടുത്ത എഫേർട്ടിൻ്റെ ആ റിസൾട്ട് സ്ക്രീനിൽ കിട്ടുന്നുണ്ട്. ഇപ്പോൾ ചേച്ചി നോക്കുകയാണെങ്കിൽ നിങ്ങളിപ്പോൾ മഞ്ചേച്ചി വരുന്ന സമയത്ത് നിങ്ങളെല്ലാ പിള്ളേരെല്ലാവരും കൂടി ആ ഒരു സ്റ്റെപ്പിൽ മറ്റേ ഇറങ്ങി വന്നിട്ട് ഒരു പാട്ടൊക്കെ പാടിയിട്ട്, ഇത് ശരിക്കും പറയാം എന്താ ഈ പാട്ടൊക്കെ ഈ സ്ക്രിപ്റ്റിൽ ഉണ്ടായിരുന്നോ? നിങ്ങൾ ഈ സോങ് ആണ് പാടേണ്ടത്, അത് പിള്ളേർ സെറ്റ് ഉണ്ടാക്കിയതാണോ? അതൊക്കെ നമ്മളോട് ഈ പാട്ട് പാടാൻ പറഞ്ഞു. അപ്പൊ നമ്മളങ്ങനെ എല്ലാവരും പാടി. എല്ലാവർക്കും അറിയാവുന്ന ഒരു പാട്ട് റൈം ചെയ്താന്ന് അങ്ങനെ എഴുതി വെച്ചൊന്നുമല്ല, ഏകദേശം ഒരു ഹിന്റ് കൊടുത്തു. എല്ലാവർക്കും അറിയാവുന്ന റൈം പാടാൻ പറഞ്ഞു. കാര്യം കുഞ്ഞു കുട്ടി വരെ ചേച്ചിമാരും ഉണ്ട്. ഞങ്ങൾ ഒരുമിച്ച് ഇങ്ങനെ എന്താ പറയാ വാക്കുപാടായിട്ട് എന്നിട്ട് ആദ്യം ഒരു ബോൾ വരും, എന്നിട്ടാണ് ഞങ്ങൾ ഇറങ്ങി വരുന്നത്. എല്ലാവർക്കും അറിയാവുന്ന ഒരു പാട്ട് പാടാൻ പറഞ്ഞു. എന്നോട് പറയേണ്ട താമസേ ഉള്ളൂ ചേട്ടേന്ന് പിന്നെ ഒച്ചപ്പാടാ. പിന്നെ നിർത്താൻ പറഞ്ഞാലും നിർത്തില്ല. ഈ പിള്ളേര് ഇത് നോക്കുവാണെങ്കിൽ പല ഏജ് ഗ്രൂപ്പിലുള്ളവരുണ്ട്. തീരെ പൊടി മുതൽ ഒരു 20s വരെ ഉണ്ട്. ഒരു സെറ്റ് ഉണ്ട്. അപ്പൊ എല്ലാവരെയും കൂടി മാനേജബിൾ ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ. ചെറിയ പിള്ളേരല്ല, അങ്ങനെ ഒരു എഫേർട്ട് ഒന്നും ഇല്ല. നമ്മളെല്ലാവരും ഹോളിഡേ മൂഡിലല്ലേ. നമ്മളെല്ലാവരും കൂടി പിള്ളേരും ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ടുള്ള പോകുന്ന ഒരു മൂഡേ ഉള്ളൂ. ഇപ്പൊ എൻ്റെ ഫാമിലി, സിയാദിന്റെ ഫാമിലി, ഫാമിലി എല്ലാവരും ഉണ്ടായിരുന്നു. ഇതൊരു ഏപ്രിൽ മെയ് മാസം. അപ്പൊ എല്ലാവർക്കും ഞങ്ങളുടെയൊക്കെ കുട്ടികൾക്കും വെക്കേഷനാണ്. പിന്നെ ഇവരെല്ലാവരും വന്നേക്കുന്ന ഓരോ ഇവരുടെയൊക്കെ ചിലരുടെ പേരൻസ് 2 പേരുണ്ടാവും. അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ
നമ്മളിതൊരു ഷൂട്ട് അതിൻ്റെ ഇടയ്ക്കൂടെ നടക്കുന്നു. ഞങ്ങളുടെ ഒരു വെക്കേഷൻ സമ്മർ ക്യാമ്പ് സമ്മർ ക്യാമ്പിൻ്റെ ഇടയിൽ എന്നാൽ പിന്നെ ഷൂട്ടിംഗ് നടക്കുള്ളൂ, അത്രേ ഉള്ളൂ. ഇവർക്കൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ മാത്രമേ അഭിനയിച്ചാൽ മതിയില്ല. ആ സമയത്ത് രണ്ട് ഡയലോഗ് പറഞ്ഞപ്പോഴാണ് ഇത് ഷൂട്ടിംഗ് ആണെന്നുള്ള ഒരു ബാക്കിയുള്ള ടൈമൊക്കെ കളി തന്നെയാ. കളി മാത്രമല്ല പല ആക്ടിവിറ്റീസാ ചെയ്യുന്നത്. വീടിന്റെ ആംബുലൻസ് മൊത്തം സുകുമാരി അമ്മ ഇടയ്ക്ക് കുക്ക് ചെയ്ത് തരും. നമ്മൾ ആരെങ്കിലും ഒന്ന് വിശക്കണമെന്നൊന്ന് പറയണ്ട, അപ്പോഴേക്ക് സുകുമാരി അമ്മ എന്തെങ്കിലും ബ്രെഡ് ടോസ്റ്റോ അല്ലെങ്കിൽ ഓംപ്ലേറ്റോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് എടുത്തു തരും. അമ്മയുടെ എപ്പോഴും ഉണ്ടാകും ബിസ്ക്കറ്റ്. സുകുമാരി അമ്മയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മൾ ഊട്ടിയിലൊക്കെ ഷൂട്ട് ചെയ്യാൻ പോകുമ്പം പുള്ളി ഷൂട്ടിങ്ങിൻ്റെ ഇടയ്ക്ക് പ്രൊഡക്ഷനിലെ ഡ്രൈവർ വിളിച്ച് എവിടെയെങ്കിലും പോകുന്നതാണ്. തിരിച്ചു വരുമ്പോൾ ഒരു ബണ്ടിൽ ഓഫ് വർക്കി ബിസ്ക്കറ്റ് എന്നൊക്കെ പറഞ്ഞൊരു സാധനം, വർക്കി ബിസ്ക്കറ്റ്. നമ്മളിവിടെ അതിനും പറയുന്നത് വെണ്ണ ബിസ്ക്കറ്റ് എന്നാണ്. ഒരു ബണ്ണിൻ്റെ ഒക്കെ രൂപത്തിലുള്ള ബിസ്ക്കറ്റാണ്, കട്ടിയായിട്ടുള്ള. അത് അവിടെ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ പുള്ളി അതൊക്കെ മേടിച്ചുകൊണ്ട് വന്ന് പുള്ളി എപ്പോഴും ഇങ്ങനെ ഫുഡ് സപ്ലൈ ആണ്, എല്ലാവർക്കും കൊടുക്കും, മേടിച്ചു കൊടുക്കുക. അതാണ് പുള്ളിയുടെ ഒരു ഹോബി. ഇവർക്ക് ഞങ്ങളൊരു കുക്കിങ്ങിൻ്റെ സീനുണ്ട്. ഈ മഞ്ജു ഈ പെൺകുട്ടിയെ കണ്ടെത്താൻ വേണ്ടിയിട്ടുള്ളൊരു ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നൊരു സീനുണ്ട് തോടിൻ്റെ അടുത്ത്. അപ്പോൾ ഇവർ നമ്മൾ അവിടെ പോയി ഷൂട്ട് ചെയ്യുമ്പോൾ ഇവരൊരു ഈ ഫാമിലി മൊത്തമായിട്ടൊരു ഔട്ടിങ്ങിന് പോയിരിക്കുകയാണ്. അപ്പോൾ അവിടെ അവർ കുക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചിക്കനൊക്കെ ഇങ്ങനെ കമ്പിയെ കൂർത്തൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ സുകുമാരി ചേച്ചിയാണ് കുക്കിങ്ങിൻ്റെ മാസ്റ്ററായിട്ട് ആ സീനിൽ അഭിനയിക്കുന്നത്. അപ്പോൾ പുള്ളിക്കാർ ആ കൂട്ടത്തിൽ തന്നെ പുള്ളി ആക്ച്വൽ കുക്കിംഗ് നടത്തുക, എന്നിട്ട് അവർക്കൊക്കെ കൊടുക്കുക. ശരിക്കും അതിനിടയിൽ അപ്പോൾ ഒരു ക്യാമറ വെച്ചേ ഉള്ളൂ. സാർ ഇപ്പൊ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ ഇതേപോലെ എല്ലാവരുടെയും ഫാമിലി എല്ലാം സാറിന്റെ ആണെങ്കിൽ ഫാമിലി എല്ലാം വന്ന് ഇത്രയും ദിവസം ഇങ്ങനെ മിങ്കിൾ ചെയ്തിട്ടുള്ള ഒരു സെറ്റ് ഇത് മാത്രമാണോ? തീർച്ചയായിട്ടും ഈ ഒറ്റ സെറ്റിലാണ് ഇത്രയും എന്താ പറയാ, എനിക്ക് ഇപ്പോഴും ബിലീവബിൾ അല്ല ഇങ്ങനെ ഒരു സിനിമയുടെ ലൊക്കേഷൻ. നമ്മൾ ഇത്രയും പടങ്ങൾ ചെയ്തു കഴിഞ്ഞിട്ടുള്ള ഒരു എക്സ്പീരിയൻസിൽ ഇപ്പോഴും അതിശയമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെ സംഭവിച്ചു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അങ്ങനെയാണ്. ശ്രീജയുടെ കാര്യം പറഞ്ഞില്ലേ, നാം ചൂളമടിച്ചു എന്ന് പറയുമ്പോഴത്തേക്ക് ഈ കോസ്റ്റ്യൂമൊക്കെ പോയി വേറെ കോസ്റ്റ്യൂമിലേക്ക് വന്നു. പിന്നെ സൽവാർ കമ്മീസൊന്നും ഇട്ടിട്ടല്ല. ശ്രീജയെ സംബന്ധിച്ചോളം ഈ ക്ലാസിക്കൽ ഡാൻസിൻ്റെ ആ ട്രെയിനിങ് കിട്ടിയ ആളായതുകൊണ്ട് ഇതൊന്നും ഈ മോഡേൺ സ്റ്റെപ്സ് ഒന്നും പെട്ടെന്ന് വഴങ്ങത്തില്ല. കാരണം അവർ പഠിച്ചതല്ലേ. മഞ്ജു പിന്നെ കുറച്ചുകൂടെ പെട്ടെന്ന് അതിലേക്ക് അഡാപ്റ്റഡ് ആവും. ഇത് മറ്റേ കലാമണ്ഡലത്തിലൊക്കെ പഠിച്ചുകൊണ്ട് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് ഡിസിപ്ലിനായിട്ട് ക്ലാസിക്കൽ ഡാൻസ് പഠിച്ച ആൾ പെട്ടെന്ന് അങ്ങോട്ടേക്കൊന്ന് മാറാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ പതുക്കെ അതിലേക്ക് മാറി കിട്ടും. ഈ കൺഫ്യൂഷൻ തീർക്കണമെന്ന് പറഞ്ഞ സോങ് ഇപ്പോഴും ഏതൊരു ഇവന്റ് ഉണ്ടെങ്കിലും കോളേജിലാണെങ്കിലും ഒക്കെ പിള്ളേര് കളിക്കുന്നത്. എത്ര വർഷമായാലും ഇത് തന്നെ ഇങ്ങനെ കണ്ടിന്യൂ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക. ഈ സോങ്ങിന്റെ ആ ഒരു ഷൂട്ടിംഗ് സമയം ഇപ്പോഴും ജയറാമേട്ടനൊക്കെ ആണെങ്കിലും പല ഇന്റർവ്യൂസിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഇതിന്റെ എൻഡിങ് ശരിക്കും പറഞ്ഞാൽ സോങ് ഒന്ന് കട്ട് ചെയ്തു എന്നൊക്കെ ജയറാമേട്ടൻ. അത് റിയൽ ആണോ? എനിക്കത് ഓർമ്മയില്ല. ഇതിന്റെ പാട്ടിന്റെ അതെനിക്ക് ഓർമ്മയില്ല എന്തായിരുന്നു എൻ്റെ. പക്ഷേ അന്ന് ഇപ്പോൾ 10-27 വർഷമായില്ല എനിക്ക് ആ പർട്ടിക്കുലർ. ഇതായത് ചെന്നൈയിലാണ് ഷൂട്ട് ചെയ്തത്. ചെന്നൈയിലൊരു സെറ്റ് ഡേ. കാരണം നമ്മൾ ഈ ഷൂട്ടിൻ്റെ ഇടയ്ക്കാണ് ഈ പാട്ട് സ്ക്രിപ്റ്റ് പാരലിൽ എഴുതിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് അവിടെ വെച്ചിട്ടാണ് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്നതും അങ്ങനെ പാട്ട് വേണമെന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഊട്ടിയിൽ താമസിച്ചിട്ട് ചെന്നൈയിൽ വിദ്യാസാറിനെ വിളിച്ചിട്ട് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ തന്നെ വിളിച്ച് സംസാരിച്ച് ഇങ്ങനെ സിറ്റുവേഷൻ പറയുകയും എഴുതാനായിട്ട് ഗിരീഷ് പുത്തഞ്ചേരി അങ്ങോട്ട് വിടുകയും അവരവിടെ ഇരുന്ന് കമ്പോസ് ചെയ്തിട്ട് ഇങ്ങോട്ട് നമുക്ക് അയച്ചു തരികയും ചെയ്യുന്നത്. അപ്പോൾ ലിറിക്സ് പോലും നമ്മൾ ഇത് ഫോണിൽ കൂടെയൊക്കെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ട്യൂൺ കൺഫേം ചെയ്യുന്നതൊക്കെ അങ്ങനെയാണ്. അതിനകത്ത് ഒരു തമാശയുള്ളത്, സിയാദിൻ്റെ മദ്രാസ് മാനേജറുണ്ട്, ഒരു മുത്തു എന്ന് പറയും. അയാൾക്ക് സിനിമയായിട്ട് വലിയ പിടുത്തമൊന്നുമില്ല. പുള്ളി അവിടുത്തെ ചെയ്യാണ്ട് അക്കൗണ്ടൊക്കെ നോക്കും, തമിഴനാണ്. അപ്പോൾ ഒരു ദിവസം പുള്ളി വിളിച്ചിട്ട്, സാറേ அங்கே ஏதாவது ஒரு பாட்டு அவங்க ரெக்கார்ட் பண்ணிட்டு இருக்கு, என்ன தெரியாது சார், பேங்கில் காசு இல்லாத. பேங்கில் காசு இருக்கு சார். ഞാൻ വിളിച്ചു ചോദിച്ചതാണ്. ഒന്നും தெரியாது സാർ, അങ്ങേ വിദ്യാസാറിന്റെ അങ്ങേ പോയച്ച്. അപ്പൊ அவங்க പറയുന്നത് ബാങ്കിൽ കാശില്ല എന്നൊക്കെ പറഞ്ഞ പാട്ട് പാടണം. നമ്മുടെ ബാങ്കിൽ കാശ് ഇருக்கு സാർ. ഇയാളാണ് ഇവരുടെ ഫൈനാൻസ് ഫണ്ട് അങ്ങോട്ട് അയക്കുന്നേ പിടിക്കുന്നത്. இருக்கு சார், பணம் இருக்கு, அவங்க பாக்கி காசு இல்ல சொல்லி. അത് ജയറാം കുറച്ചും കൂടെ എക്സാഗറേറ്റ് പറയും. ഈ പാട്ട് പാടുമ്പോഴൊക്കെ പറയും ബാങ്കിൽ കാശില്ല, ബാങ്കിൽ കാശില്ല. ഇതിനകത്ത് ഈ പെൺപിള്ളേർ നിങ്ങൾ 5 പേര് ഏകദേശം ഒരേ ഏജ് ഗ്രൂപ്പിലുള്ള ആളുകൾ ഇങ്ങനെ ഈ പാട്ടിന് വേണ്ടിയിട്ടൊക്കെ റെഡി ആകുമ്പോഴൊക്കെ നിങ്ങൾക്ക് ഒരുപാട് മെമ്മറീസ് കാണുമല്ലേ? ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് മാത്രമാണ് ഈ മോഡേൺ
ഇതൊന്നും ഇല്ലാത്ത ആളാണ്. അപ്പം ഞാൻ എപ്പോഴും വിചാരിക്കും ഈശ്വര എനിക്ക് എപ്പോഴായിരിക്കും അങ്ങനെ. പക്ഷെ എൻ്റെ ഒരു രൂപത്തിനും എൻ്റെ ഒരു സ്വഭാവത്തിനും ഒക്കെ എനിക്ക് തോന്നുന്നു എപ്പോഴും ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് തന്നെയാണ് കിട്ടുക. അതേപോലെ തന്നെയാണ് മറ്റവർക്കൊക്കെ ക്ലാസിക്കൽ ബേസ് അല്ലാത്തതുകൊണ്ട് അവർക്കൊക്കെ മറ്റേ ഡാൻസ് പെട്ടെന്ന് കിട്ടും. എനിക്ക് ഞാൻ ഇവിടെ ഇങ്ങനെ സ്റ്റക്കായി കൊണ്ടേയിരിക്കും. ക്ലാസിക്കലിന് വിടില്ല, കലാമാസ്റ്ററാണെങ്കിൽ മറ്റത് ചെയ്യിപ്പിച്ചിട്ടേ വിടുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു വല്ലാത്തൊരു സ്ട്രഗിൾ ഉണ്ടായിരുന്നു എനിക്ക് അതിൻ്റെ ഇടയിൽ. ഈ ഒരു സോങ്ങിനകത്തായിരിക്കുമല്ലോ ഏറ്റവും, എന്നാലും എല്ലാവരും ഏകദേശം ഒരേപോലെ കോസ്റ്റ്യൂം ഇട്ടത് ആണ്. തീർക്കണം. അപ്പൊ മോഡേൺ ഉണ്ട്. അത് പറഞ്ഞടുപ്പിച്ചതാണോ? എല്ലാവർക്കും യൂണിഫോം ആയിട്ടൊക്കെ തന്നെയാണ്. ഇപ്പൊ ഞാൻ നേരത്തെ സ്കൂൾ യൂണിഫോം പോലെ ഒരു എന്താണ് ഒരു സ്കേർട്ടും മറ്റേ ഒരു ചെക്ക് ടോപ്പും ഒക്കെ ആയിട്ട്. അല്ല അതില് ഈ ഒരു ഫ്രോക്കും സ്കൂൾ യൂണിഫോം ഇവര് അത് ഈ 11 പേർക്കും ഒരേ ഡ്രസ്സ്, മുടി പിന്നിട്ട് ഇങ്ങനെ പോലെ. നിങ്ങൾ പിള്ളേർ സെറ്റ് ഡെന്നിസ് അങ്കിളായിട്ടായിരുന്നു രവിശങ്കർ അങ്കിളായിട്ടായിരുന്നു കൂടുതൽ കൂട്ട്? മണിച്ചേട്ടനാണ് അവിടുത്തെ താരം. ഞങ്ങള് വിട്ടിട്ടില്ല എന്ന് തന്നെ പറയാം. ഒരു സീനില്ലേ മറ്റേ പൂച്ച എന്നെ പ്രാർത്ഥിക്കുന്ന എലിയെ പ്രാർത്ഥിക്കുന്നത്, ആ ആക്ട് കണ്ടതിന് ശേഷം പിന്നെ ഞങ്ങള് സെക്കൻഡിൽ അതൊന്നും കൂടി ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് മണിച്ചേട്ടനായിട്ട് ഒട്ടകം വരുന്നത് ചേട്ടൻ തന്നെ മറ്റേ ചിമ്പാൻസിയുടെ ആ സംഭവം ഒക്കെ ചെയ്യിപ്പിക്കുമായിരുന്നു. ചേട്ടന് ശരിക്കും പറഞ്ഞാൽ റെസ്റ്റ് കൊടുത്തിട്ടില്ല എന്ന് തന്നെ പറയാം. ചേട്ടന് ഞങ്ങളുടെ ഒപ്പം തന്നെ കൂടുതലും എല്ലാത്തിനും കുതിരയുടെ ആയാലും ഓരോ സൗണ്ട് കേൾപ്പിച്ചു തരലും ഒക്കെ ആയിരുന്നു. മണിച്ചേട്ടൻ പിന്നെ അങ്ങനെ ഒരു സ്റ്റാർ അങ്ങനെയല്ല, നമ്മുടെ കൂടെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾക്ക് എന്ത് വേണോ അതൊക്കെ ചെയ്തു തരുന്ന ഒരാളായിരുന്നു. മനസ്സിലായി. ശരിക്കും ആ ഒരു ഈ മിമിക്രി, ഈ ഒരു പോർഷൻ അതൊക്കെ എങ്ങനെയായിരുന്നു സംഭവിച്ചത്? ഈ ഒരു പോർഷനിൽ അത് ചെയ്യാം, മണിച്ചേട്ടൻ്റെ ആ ഒരു കലാപരിപാടി ചെയ്യാം, ഇതൊക്കെ ഈ മറ്റേ സ്പോട്ട് ഇംപ്രവൈസേഷൻ പോലെ വന്ന സീനുകളാണ്? സ്ക്രിപ്റ്റിൽ തന്നെ ഉണ്ടായിരുന്നു. സ്ക്രിപ്റ്റിൽ രഞ്ജിത്ത് പേര് മണിയെ നമുക്കറിയാലോ, മണി ഇതിനൊക്കെ എക്സ്പെർട്ടാണ്. മണി ഇവർ പറയുന്ന പോലെ മണി അവിടെ കാണിക്കാത്ത പരിപാടികളില്ല. മിമിക്രി ഏത് മൃഗത്തിൻ്റെയാണോ എന്തിൻ്റെ ആണെങ്കിലും മണിയുടെ വളരെ പ്രസിദ്ധമായ ഒരു മിമിക്രി അതൊക്കെ റിയൽ ലൈഫിൽ നിന്ന് ഇംപ്രവൈസ് ചെയ്യുന്നതാണ്. അതായത് ഇവരെല്ലാവരും കൂടെ ദുബായിൽ ഒരു പ്രോഗ്രാമിന് പോയി. അപ്പോൾ ഈ സ്റ്റേജിൻ്റെ പുറകിൽ ഇങ്ങനെ കോസ്റ്റ്യൂമർ വന്ന് സ്റ്റേജിൽ പെർഫോം ചെയ്യേണ്ടവരുടെ ഇതൊക്കെ അയൺ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് അവിടെ ഈ ദുബായ് പോലീസ് വന്നിട്ട് ഇങ്ങനെ ചെക്ക് ചെയ്യും, അവിടെ ലിക്കറുണ്ടോ മറ്റേതുണ്ടോ പോലെ ചെക്ക് ചെയ്യാൻ വന്നപ്പോൾ ഒരു പട്ടീനെ വിട്ട സ്നിഫർ ഡോഗാണ്. പട്ടി വന്ന് ഇങ്ങനെയൊക്കെ തപ്പി വന്നപ്പോഴത്തേക്ക് ബാക്ക്ഗ്രൗണ്ട് അവരുടെ കോസ്റ്റ്യൂമൊക്കെ ഇരിക്കുന്നത് പട്ടി അപ്പോഴത്തേക്ക് ഈ അയൺ ബോക്സ് നല്ല പഴുത്തിരിക്കുന്നത്. പട്ടി അതേലും വന്ന് മണത്തിട്ട് ഈ പട്ടിയുടെ മുഖം അങ്ങ് കരിഞ്ഞു പോകുന്ന ആ സൗണ്ടും പട്ടിയുടെ എക്സ്പ്രഷനൊക്കെ മണി കാണിക്കും. ഇതൊക്കെ എന്നാൽ തിളച്ച് പൊള്ളി നിൽക്കുന്ന ഈ അയൺ ബോക്സിലേക്ക് പട്ടിയുടെ മൂക്ക് വന്ന് കഴിഞ്ഞിട്ടുണ്ടാകുന്ന ആ സൗണ്ട്, മൂക്ക് തൊടുന്ന സൗണ്ടും അതിൽ ഞങ്ങൾ പട്ടിയുടെ എക്സ്പ്രഷനും ഒക്കെ മണി കാണിക്കും. അപ്പം അതുപോലെ എന്തും മണി നമ്മളെ അങ്ങോട്ട് പൊട്ടിച്ചെരിപ്പിക്കുന്ന രീതിയിൽ കാണിക്കും. ഇപ്പോൾ ഈ എലിയുടെ പോലും മണിയുടെ ഒരു മിമിക്രിയുടെ ഭാഗം തന്നെ ആയിട്ടുള്ളതായിരുന്നു. അപ്പോൾ അത് നമ്മളിലേക്ക് അഡാപ്റ്റ് ചെയ്തതാണ്. മണിയെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമയുടെ ഈ ഒരു എന്താണ് ഒരു സക്സസ്സിനെ അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു എൻ്റർടൈൻമെൻറ്റിനെ വലിയ രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്തതാണ്. ശരിക്കും ഈ മണി നമ്മൾ വല്ലാതെ മിസ് ചെയ്യുന്നത് ഈ സിനിമയൊക്കെ കാണുമ്പോൾ. ഇങ്ങനൊരു ഈ മോനായി എന്ന് പറയുന്ന ക്യാരക്ടർ, ശരിക്കും ഈ മോനായി എന്ന് പറയുന്ന ക്യാരക്ടർ പപ്പുവേട്ടറാണ് ചെയ്യാനിരുന്നത്. പപ്പുവേട്ടറെ കാസ്റ്റ് ചെയ്തതാണ്, പപ്പുവേട്ടൻ വന്ന് അഭിനയിച്ച ആദ്യത്തെ മറ്റേ പാട്ട് മാരിവില്യൻ ഗോപുരങ്ങളിൽ അഭിനയിക്കുക. അതിനകത്തൊരു സീനിൽ ഇവർ പാട്ട് പാടിക്കൊണ്ട് ഈ വലിയ സ്റ്റെയർ കേസ് കയറി മോളിൽ വരുന്ന ഒരു പോർഷൻ ഉണ്ടായിരുന്നു. അത് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഷൂട്ടിംഗ് വന്ന് 2-3 ദിവസം ആദ്യം ഞാൻ പാട്ടാണ് ഷൂട്ട് ചെയ്തത്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് 2-3 പ്രാവശ്യം റിഹേഴ്സൽ എടുത്ത് സ്റ്റെപ്പ് കയറി. അപ്പോഴത്തേക്ക് പപ്പുവേട്ടൻ എൻ്റെ അടുത്ത് പറഞ്ഞു, മോനെ എനിക്ക് വയ്യ, എനിക്ക് ശ്വാസം ഈ തണുപ്പ് എനിക്ക് പറ്റുന്നില്ല, ആസ്മയുണ്ട്, എന്നെ വിട്ടേക്കോ, എന്നെ ഒഴിവാക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ഒരാളങ്ങ് പോവുകയാണ്, നമ്മുടെ ഷൂട്ടിങ്ങൊക്കെ നിൽക്കുന്നൊരവസ്ഥയാണ്. അപ്പോൾ സിയാദിൻ്റെ തൊട്ട് മുമ്പത്തെ പടത്തിൽ മണി ഉണ്ടായിരുന്നു, ഈ മറവത്തൂർക്കല്ല. അപ്പോൾ സിയാദ് പറഞ്ഞു ഇനി എന്താ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് മണിയെ വിളിക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പം പെട്ടെന്ന് മണിയെ വിളിച്ചപ്പോൾ മണി ഫ്രീ ആണ്, മണി കയറി പോരാൻ പറഞ്ഞു. പപ്പുവേട്ടനെ പാക്ക് ചെയ്തു.
പക്ഷെ ആ മാറ്റം പോലും ഗുണം ചെയ്തു. കാരണം മണി കുറച്ച് പപ്പോട്ടറേക്കാരും കുറച്ചുകൂടെ യങ് ആയതുകൊണ്ട് ഇവരുടെ കൂടെ അങ്ങ് ഇവരുമായിട്ട് പപ്പോട്ടറൊന്നും ഇവർക്ക് മണിയെ ഇടിക്കുന്നവരും ഇടിക്കാൻ പറ്റില്ല. ചേർത്ത് ഇടിയാണല്ലോ മമ്മൂണി. അതായത് ഇപ്പോഴും എന്റെ പണ്ടാരം അടക്കുന്ന സംഭവം ഇപ്പോഴും എല്ലായിടത്തും ഉണ്ട്. ഇവരുടെ ഏജിൽ അല്ലെങ്കിൽ ഇവരുടെ കാലം ജൂനിയർ ആയിട്ടുള്ള ഒരാളായിട്ട് ഇവർക്ക് എപ്പോഴും ഇടി കൊടുക്കാം. പപ്പോട്ടർ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പോൾ നമുക്ക് ഇത്രയും നമുക്ക് എൻജോയ് ചെയ്യുന്നത് തമാശയായിട്ട് മാറും. അതായത് ഇച്ചിരി കൂടെ ഒരു മേ ബി ഇത്രയും ഏജ് ഗ്യാപ്പ് ഉള്ള ഒരാള്. ചേച്ചി എനിക്കിലും ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കുമ്പോഴത്തേക്ക് സിംസാർ ഇങ്ങനെ ഓരോന്ന് പറയുമ്പോഴും അങ്ങോട്ട് പോയി ഫേസ് ഒക്കെ ചേഞ്ച് ആവുന്നു, ആ മെമ്മറീസിലോട്ട് അങ്ങ് പോയി തോന്നുന്നു അല്ലേ മണിച്ചേട്ടനൊക്കെ ആയിട്ടുള്ള. മണിച്ചേട്ടനായിട്ട് ഇത് മാത്രമല്ല, നമ്മൾ കുറേ ഷോസ് സാറ് പറഞ്ഞ മാതിരി കുറേ ഷോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മണിച്ചേട്ടൻ്റെ കൂടെയുള്ള ഓരോ സമയവും നമുക്കൊക്കെ ഇപ്പോഴും എന്താ പറയുക ഒരുപാട് നല്ല ഓർമ്മകൾ നമ്മളെപ്പോഴും മിസ് ചെയ്യുന്ന ഒരാളാണ് മണിച്ചേട്ടൻ. മേ ബി ഇതിപ്പം റിലീസിന് നിങ്ങൾ തിയേറ്ററിൽ പോയി ഇത് എല്ലാ സന്തോഷത്തോടെ കാണുമ്പോഴും ഈ ഒരു ഷോട്ടുകളൊക്കെ കാണുമ്പോഴായിരിക്കും ഒരു പെയിൻഫുൾ ആയിട്ട് ഫീൽ ചെയ്യുന്നത് അല്ലേ, ആ ഒരു ലോസ് എന്ന് പറയുമ്പോഴത്തേക്ക്. ഈ സമ്മർ ഇൻ ബെത്ലഹേം പാർട്ട് 2 വേണം എന്നൊക്കെ ഒരുപാട് പേര് പറയുമ്പോഴും അതിനടിയിലും കമൻസ് വരുന്നത് ഞങ്ങളുടെ മോനായി ഇല്ലാണ്ട് എങ്ങനെയാ പാർട്ട് 2 അങ്ങനെയാ കമൻസ് വരുന്നത്. അതൊരു ഭയങ്കര ഒരു ലോസ് തന്നെ. മണിയെ ഇല്ലാതെ സമ്മർ ഇൻ ബെത്ലഹേമിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാമല്ലോ. അപ്പോൾ ഡെന്നിസ് രവിശങ്കർ മണി എന്ന് പറയുന്ന ഒരു കോമ്പിനേഷനാണല്ലോ ആ സിനിമയെ ത്രൂ ഔട്ട് പോകുന്നത്. അവരുടെ ഈ പെൺകുട്ടികളല്ലാതെ അവർ 3 പേരും തമ്മിലുള്ള ഒരു കോമ്പിനേഷൻ ആണ് ആ ഫാമിൻ്റെ ഭാഗത്ത് നിന്ന്. ഇവർ പിന്നെ ഗസ്റ്റായിട്ട് വന്നവരാണ്. അതിനകത്ത് മഞ്ജു മണിയെ ഇങ്ങനെ മദ്യം കൊടുത്തിട്ട് മണിയിൽ നിന്ന് രഹസ്യങ്ങൾ ചോർത്തിയെടുക്കുന്ന ഒരു സീനാണ്. അത് ഭയങ്കര രസമാണ്. ഇയാൾ ഭയങ്കര വിശ്വസ്തനാണ്. ഇയാൾ ഡെന്നിസിൻ്റെ ജോലിക്കാരനാണ്. ജയറാം അവിടെ ഇടിച്ചു കയറിയ ആളാണ്. ജയറാം ആൾ ഫ്രോഡാണ് എന്നൊക്കെ അറിയാം. അത് വെളിപ്പെടുത്തുന്ന ഒരു സീനുണ്ടല്ലോ, ഈ കള്ളു കുടിച്ച് കഴിഞ്ഞിട്ട് ആ ഏരിയയിലേക്ക് പോകണ്ട, അവിടെ നിന്ന് ഞാൻ മോശമാകും. പുള്ളിയുടെ ബോസിനെ പറ്റി പറഞ്ഞാൽ പുള്ളി സത്യം പുറത്തു വിടും. അങ്ങനെയാണല്ലോ എൻ്റെ കയ്യിൽ ഒരു ഞെട്ടിക്കുന്ന അനുഭവമുണ്ടെന്ന് പിന്നെ മഞ്ജു പറയുന്നത്. അതുപോലെ എപ്പോഴും എല്ലാവർക്കും കാണാപ്പാടം ഇത്രയും വർഷമായിട്ട് 5 കസിൻ ഡയലോഗ് അത് മനുഷ്യന്റെ ഒരു എക്സ്പ്ലനേഷൻ ഉണ്ടല്ലോ, ഭയങ്കര വിയേർഡ് ആയിട്ടൊരു എക്സ്പ്ലനേഷൻ ഉണ്ട്. അത് അവിടുന്ന് മാടിക്കൊണ്ടുവരും. അതിന് പ്രത്യേക അർത്ഥമില്ല. അങ്ങനെ ഒത്തിരി അതുപോലെ തന്നെയാണ് പിന്നെ ജലന്ധറിന്റെ സ്പെല്ലിങ് പറയുന്നത് ക്യൂ എന്നാ തുടങ്ങുന്നത്. അങ്ങനെ ഒരുപാട് കോമഡികൾ ആ രീതിയിൽ തന്നെ ഉണ്ട്. അതുപോലെ ഇപ്പം നമ്മൾ മനുഷ്യന്റെ മോനായിയുടെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ മയൂരി നിങ്ങൾ അത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു ബോണ്ട്, നിങ്ങൾ 5 പേര് തമ്മിലുള്ള ബോണ്ട്, സമ്മർ ഇൻ ബെത്ലഹേം എന്ന് പറയുമ്പോൾ 5 ഗേൾസ്, അപ്പോൾ അതിലും ആളുടെ ലോസ് എന്ന് പറഞ്ഞാലും ഭയങ്കര വലുത് തന്നെയാണ്. മയൂരിയുടെ ലോസ് വളരെ നമ്മളെല്ലാവരും ഭയങ്കരമായിട്ട് ഷോക്കിംഗ് ആക്കി അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നല്ലോ. കാരണം മയൂരി ആണെങ്കിലും വളരെ പാവം കുട്ടിയാണ്. ഒരു വർഷങ്ങൾ നമ്മൾ വളരെ സൈലൻ്റ് ആയിട്ട് അവിടെ ഉണ്ടായിരുന്നൊരു കുട്ടിയാണ്. പെട്ടെന്ന് നമ്മളെ വല്ലാതെ ഷോക്കിംഗ് ആക്കിയൊരു. ഇപ്പോഴും പലരും ആ പോസ്റ്റ് ഇടുമ്പോൾ മയൂരിയുടെ മാത്രം ചോദിക്കും എന്ത് പറ്റി ആ കുട്ടിക്ക് എന്ന് പലരും ആ കമൻസിൻ്റെ താഴെ ഇങ്ങനെ ചോദിക്കാറുണ്ട്. ഒരാളെ മാത്രം നമ്മളതൊന്ന് മിസ് ചെയ്യണല്ലോ എന്ന് പറഞ്ഞിട്ട്. മനസ്സിലായി. പിന്നെ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോഴും നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും ഇതുവരെ ചുരുളഴിയാത്ത രഹസ്യം ആ പൂച്ചയുടെ തന്നെയാണ്. ശരിക്കും സ്ക്രിപ്റ്റിനകത്ത് അത് എഴുതുമ്പോഴോ ചെയ്യുമ്പോഴോ പലരും ഇങ്ങനെ, ഞാൻ ഇന്ന് ഇത് നോക്കിയപ്പോഴും കണ്ടതാ ചേച്ചിയുടെ ഫോട്ടോ വെച്ചിട്ടൊരു യൂട്യൂബ് വീഡിയോ, ഇതാണ് ശരിക്കും പൂച്ച അഴിച്ച ആള്. ശരിക്കും പൂച്ച അഴിച്ച ആൾ ആരാണെന്ന് സാറിനെങ്കിലും അറിയോ? സാർ എനിക്കൊന്ന് കൈയായിട്ട് കണക്ട് ചെയ്യേണ്ടത് ആരുടെ കൈകളാണ്? ഇൻവെസ്റ്റിഗേഷൻസ് നടക്കുന്നുണ്ട്. പലരും ഇപ്പൊ കയ്യിലെ പോളിഷിന്റെ അത് മറ്റേതാണ്ട് ഞാൻ മോതിരങ്ങള് ജ്യോതി സംഗീത ചേച്ചിയുടെ കയ്യിലെ മോതിരങ്ങൾ വെച്ചിട്ട് റിലേറ്റബിൾ ആയിട്ട് പറയുന്നുണ്ട്, പലതും പറയുന്നുണ്ട്. ഏറ്റവും കൂടുതൽ നിൽക്കുന്നത് എനിക്ക് തോന്നുന്നു മഞ്ജുള. ഇപ്പം സംശയം വന്ന് നിൽക്കുന്നത് രസികയിലെ, അതിനകത്ത് തന്നെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തേക്കുന്നത് രസികയിലേക്കും മയൂരിലേക്കുമാണ്. അപ്പോൾ അവരിലൊരാളെന്നാണ് കഥയിൽ പറയുന്നത്. കാരണം ശ്രീജ മഞ്ജുവിൻ്റെ അടുത്ത് വന്ന് ചോദിക്കും, മഞ്ജു പോയി മഞ്ജു ശ്രീജയുടെ അടുത്ത് ഇൻവെസ്റ്റിഗേഷൻ വരും. ശ്രീജ പോയിട്ട് ഞാൻ അപർണയായിരിക്കും അപർണയുടെ അടുത്ത് ചോദിക്കാമെന്ന് പറയുമ്പോൾ അപർണയുടെ അടുത്ത് ചെല്ലുമ്പോൾ അപർണ പറയുന്നു ഞാനല്ല, എന്നാൽ നമുക്ക് 3 പേർക്കും കൂടെ പോയിട്ട്. അപ്പോൾ അവർ 2 ഒരാളാന്ന് അവർ പറയുന്നുണ്ട്, ഞങ്ങളിൽ ഒരാളാണ് പക്ഷെ പറയില്ല എന്ന് പറയുന്നത്. അപ്പോൾ അതിലൊരാളായിരിക്കും. ശരിക്കും ആരാ? ശരിക്കും അതൊരു പ്ലാൻ ഉണ്ടായിരുന്നു, ഇത് ആരാന്നെങ്കിലും റിവീൽ എപ്പോഴെങ്കിലും വരും എന്നുള്ളത് എന്തെങ്കിലും ഇല്ല. അത് ചെയ്യുമ്പോൾ നമ്മൾ സിനിമ ചെയ്യുമ്പോൾ അങ്ങനത്തെ ഒരു അതിനെപ്പറ്റി ഒരു റിവീൽ ചെയ്യുന്നതിനെ പറ്റി നമ്മൾ ചിന്തിച്ചിട്ടില്ല.
പക്ഷേ ഇപ്പോൾ ഈ ചോദ്യങ്ങൾ വരുമ്പോഴാണ് നമ്മൾ പറയുന്നത് അത് അത്രമാത്രം ക്യൂരിയസ് ആയിട്ടുള്ളൊരു എലമെൻ്റാണ് ആൾക്കാരുടെ ഇടയിലേക്ക് അത് അങ്ങനെ ആൾക്കാർക്ക് ക്യൂരിയോസിറ്റി ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് റിവീൽ ചെയ്യാവുന്നൊരു ഘട്ടം ചിലപ്പോൾ ഭാവിയിൽ വന്നിട്ട് അറിയില്ല. ഈ ഇപ്പം സമ്മർ ഇൻ ബെത്ലഹേം പാർട്ട് 2 എന്നുള്ള സംഭവം അത് എപ്പോഴെങ്കിലും പോസിബിൾ ആണോ ശരിക്കും പറഞ്ഞാൽ? അങ്ങനെ ഒരു മനസ്സിലുണ്ടോ? അല്ല, അതിനെപ്പറ്റി പല ആലോചനകൾ നടക്കുന്നുണ്ടായിരുന്നു. ഞങ്ങൾ 1-2 പ്രാവശ്യം അതിനെപ്പറ്റി ചിന്തിക്കുകയും ചെയ്തു. പക്ഷേ നമ്മുടെ മുമ്പിലുള്ളൊരു ചലഞ്ച് എന്ന് പറയുന്നത് ഇത്രയും ആൾക്കാർ ഇഷ്ടപ്പെട്ട് എൻജോയ് ചെയ്ത് സ്വീകരിച്ച വിജയിച്ച ഒരു സിനിമയുടെ 2ാം ഭാഗം എന്ന് പറയുമ്പോൾ വലിയ വെല്ലുവിളിയാണ്. നമുക്ക് അതിൻ്റെ മുകളിലുള്ളൊരു കണ്ടൻറ്റുള്ളൊരു സിനിമ കൊടുക്കേണ്ടിയിരിക്കുന്നു. അതിനേക്കാളും വലിയൊരു എൻ്റർടൈനർ ആയിരിക്കണം. അതിനൊരു കഥ വരികയാണെങ്കിൽ നമ്മൾ ആലോചിക്കുക. അതിനെപ്പറ്റി ആലോചനയുണ്ട്. പൂർണ്ണമായിട്ടും അതിനൊരു ഇല്ല എന്നുള്ളൊരു സ്റ്റേജിലേക്ക് എത്തിയിട്ടില്ല. ചിലപ്പോൾ സംഭവിക്കാം. അതെ. അതുപോലെ തന്നെ നിങ്ങളുടെ ഈ കിഡ്സിൻ്റെ കാര്യം പറയാനാണെങ്കിൽ നിങ്ങൾ ഈ മറ്റേ മുട്ടക്കുന്നുകളൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ മുകളിലൊക്കെ ഓടിക്കളിക്കുന്നതും മറ്റേ ബലൂണായിട്ട് വരുന്നതും ഇതെല്ലാം സപ്ലൈ ചെയ്യുന്നത് ഡെന്നിസ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ടൈമിലുള്ള മെമ്മറീസ് എന്തൊക്കെയാണ്? ഇതന്നെയാ പറയാനുള്ളേ, ഫുള്ളും എൻജോയ് ചെയ്യുവാണ്. എന്ത് പ്രോപ്പർട്ടി തന്നാലും അത് വെച്ച് മാക്സിമം നമ്മൾ നിങ്ങൾ കളിക്കാനാ പറയുന്നത്. കളിക്കുന്നതിന്റെ ഇടയിൽ കുറച്ച് ഷൂട്ട് ചെയ്യും. പിള്ളേരൊക്കെ കളിച്ചോട്ടെ. ഷോട്ട് കട്ട് ചെയ്താലും ഇവരറിയുന്നില്ല കട്ട് ചെയ്തത്. ഞാനിപ്പോൾ ഷോട്ട് കട്ട് ചെയ്തിട്ട് ഞാൻ ക്യാമറ എടുത്ത് അടുത്ത ഷോട്ടിന് പോകുമ്പോൾ ഇവരറിയുന്നില്ല. അത് അതിന്റെ വഴിക്ക് അങ്ങ് പോകും. പിന്നെ അടുത്ത ഷോട്ടാകുമ്പോൾ ഇവർ അവിടെ നിന്ന് വിളിച്ചോണ്ട് പോകാം. ഇപ്പൊ നമ്മൾ കാസ്റ്റ് നോക്കിയാൽ തന്നെ സുരേഷ് ഗോപി, ജയറാം, പിന്നെ ലാലേട്ടൻ. അപ്പം ഒരു ഹ്യൂജ് കാസ്റ്റ്. ഇതെല്ലാം ഒറ്റ സിനിമയിൽ എല്ലാവരും കത്തി നിൽക്കുന്ന സമയത്ത് എങ്ങനെ പോസിബിൾ ആയി ശരിക്കും പറഞ്ഞാൽ? ഇല്ല, ഇതൊക്കെ പല കാര്യങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാം സംഭവിക്കുകയാണ്. നല്ല കാര്യങ്ങൾ ഇറ്റ് ഹാപ്പൻസ്. ഇതൊന്നും പ്ലാൻ ചെയ്തല്ലേ. ഇതിപ്പം മലയാളത്തിൽ എടുക്കാൻ തന്നെ പ്ലാൻ ചെയ്തല്ലേ. തമിഴിൽ എടുക്കാൻ വേണ്ടി തുടങ്ങിയ സിനിമയാണ്. അത് മലയാളത്തിലേക്ക് എത്തുന്നു. പ്രഭുവിനെയും ജയറാമിനെയും മഞ്ജുവിനെയും കാസ്റ്റ് ചെയ്ത് ഞാൻ ഷൂട്ട് ചെയ്തതാണ് ഒരു പാട്ടൊക്കെ. അപ്പോൾ അവിടേക്ക് ഒരിക്കലും സിയാദ് അന്ന് പിക്ചറിലില്ല. സിയാദ് പെട്ടെന്ന് തമിഴ് പടം ക്യാൻസലായി പറയുമ്പോൾ സിയാദിനൊക്കെ ഈ കഥയെക്കുറിച്ച് കേട്ടിട്ട് സിയാദ് ഇങ്ങോട്ട് വന്ന് അപ്രോച്ച് ചെയ്ത് കഥ കേട്ടു ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് മലയാളത്തിലേക്ക് ചെയ്യുന്നു. അപ്പോൾ സിയാദിനെ പോലെ ഒരു പ്രൊഡ്യൂസർ കിട്ടിയതാണ് ഈ സിനിമ ഇത്രയും ഇപ്പോൾ നമ്മൾ പറയുന്ന ക്വാളിറ്റിയിൽ ആ സിനിമ നമ്മുടെ മുമ്പിൽ എത്തിയേക്കുന്നതിൻ്റെ ഏക കാരണം സിയാദിനെ പോലെ ഒരു പ്രൊഡ്യൂസറാണ്. കാരണം അങ്ങനെ സിനിമയെ മനസ്സിലാക്കിക്കൊണ്ട് സിനിമയുടെ കൂടെ നിൽക്കുന്ന ഒരു പ്രൊഡ്യൂസർ ഉണ്ടെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ നമുക്ക് 100 ചോദ്യങ്ങളെ ഫേസ് ചെയ്യേണ്ടി വരും. അതെന്തിനാണ് അത് ഇത്രയും കുട്ടികൾ വേണോ, ഇത്രയും കോസ്റ്റ്യൂം വേണോ, ഇത്രയും എക്സ്പെൻസ് വേണോ എന്നൊക്കെ ചോദിക്കുന്ന ഒരാളുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റില്ല. ഇത് പൂർണ്ണ സ്വാതന്ത്ര്യമാണ്. ഒന്നാമത്തെ കാര്യം, ഈ സിനിമ ഷൂട്ടിങ് തുടങ്ങുമ്പോൾ സിയാദ് മറവത്തൂർ കനവിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ റിലീസും ഒക്കെ ആയിട്ട് അതിൻ്റെ പുറകെ പുള്ളി പറയും ഞാൻ 2 ആഴ്ച കഴിഞ്ഞ് അങ്ങോട്ട് വരുള്ളൂ. ആ പടം വിഷു റിലീസാണ്. ഞങ്ങൾ ഏപ്രിൽ 2-ാം തീയതി ഷൂട്ടിംഗ് തുടങ്ങുമ്പോൾ പ്രൊഡ്യൂസർ ഇല്ല അവിടെ. പ്രൊഡ്യൂസറുടെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് മാത്രമാണ് അവിടെ നിൽക്കുന്നത്. അവിടെ എന്താ നടക്കുന്നത്, ഞാൻ അദ്ദേഹത്തിലൂടെ ആദ്യം ചെയ്യുന്ന സിനിമയാണ്. അപ്പോൾ എന്നെ ബ്ലൈൻഡായിട്ട് വിശ്വസിക്കുകയാണ്. കാരണം ഒരാളായിട്ട് വർക്ക് ചെയ്ത അയാളുടെ രീതി മനസ്സിലാക്കാം. അപ്പോൾ എന്നെ ബ്ലൈൻഡായിട്ട് വിശ്വസിച്ചുകൊണ്ട് പൂർണ്ണ ഉത്തരവാദിത്വം എനിക്കും തന്നുകൊണ്ട് പ്രൊഡക്ഷൻ മാനേജർ എം രഞ്ജിത്തുള്ള ഒഴിച്ച് വേറെ പ്രൊഡ്യൂസറുടെ ഭാഗത്തുനിന്ന് അദ്ദേഹത്തിൻ്റെ ഒരു സഹായിയായിട്ടുള്ള ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ. അപ്പോൾ ഈ 2 ആഴ്ചക്കാലവും ഒരു പ്രൊഡ്യൂസറുടെ ഒരു മേൽനോട്ടമില്ലാതെ ഷൂട്ടിംഗ് നടക്കുന്നു. വന്നു കഴിഞ്ഞപ്പോഴും അവിടെ ഒന്നിനും അദ്ദേഹം ഇല്ലാത്തപ്പോഴും അവിടെ ഒരു കുറവില്ല. വന്നു കഴിഞ്ഞ ശേഷവും അത് അത്രയും സ്മൂത്തായിട്ട് ഷൂട്ടിംഗ് പൂർത്തിയാക്കി. ഒന്നിനും കുറവ്. അങ്ങനെ ഒരു പ്രൊഡ്യൂസർ ഉള്ളതോടെ എനിക്ക് തോന്നുന്നത് എപ്പോഴും നമ്മളുടെ ഏറ്റവും വലിയ ഫാക്ടർ ഒരു സിനിമയുടെ ക്വാളിറ്റിയെ ഏറ്റവും മികവോടെ കൊണ്ടുവരണമെങ്കിൽ അതിന് ഒരു നമ്മളെ മനസ്സിലാക്കുന്ന, സിനിമയെ മനസ്സിലാക്കുന്ന ഒരു പ്രൊഡ്യൂസറാണ്. അത് സിയാദാണ്. അത് വേറെ ആർക്കും സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ആ സിനിമയുടെ കാലത്ത്. ഈ മലയാളത്തിലേക്ക് വന്നപ്പോഴത്തേക്ക് ജയറാമേട്ടൻ ഇങ്ങനെ ഇൻ്റർവ്യൂവിൽ പറയുന്നത് കേട്ടിട്ടുണ്ടായിരുന്നു, രവിശങ്കറിൻ്റെ റോള് ബിജു മേനോനും അതുപോലെ ഡെന്നിസിൻ്റെ റോള് ജയറാമേട്ടനും വേണ്ടിയിട്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു പ്ലാൻ ചെയ്തത്? അങ്ങനെ എനിക്കറിയില്ല ഇത് എന്തുകൊണ്ടാണ് ജയറാം അങ്ങനെ പറയുന്നത്. കാരണം നമ്മൾ തമിഴിലേക്ക് കാസ്റ്റ് ചെയ്തതുപോലെ തന്നെയാണ് ഈ മലയാളത്തിലേക്ക് തിരിച്ച് കാസ്റ്റ് ചെയ്തത്. സുരേഷിൻ്റെ കാസ്റ്റിംഗ് വന്നത് പ്രഭുവിന് പകരമായിട്ടാണ്. വേറെ ആരെയും മാറ്റിയിട്ടില്ല. മഞ്ജുവിനെയും സുരേഷിനെ ജയറാമിനെയൊക്കെ അതേ ക്യാരക്ടേഴ്സിലേക്ക് മുന്നോട്ട് കൊണ്ടുവരുന്നു. പ്രഭു ആയതുകൊണ്ട് പ്രഭുവിനെ മാറ്റിയിട്ട് സുരേഷിനെ മലയാളത്തിലേക്ക് കൊണ്ടുവന്നേ ഉള്ളൂ. അല്ലാതെ ബിജുവിൻ്റെ കാര്യത്തെ പറ്റി എനിക്ക് ഓർമ്മയില്ല അങ്ങനെ ഒരു ഡിസ്കഷൻ നടന്നു. വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് നമ്മളെപ്പോഴും പഴയ നല്ല ഹിറ്റ് മലയാളം സിനിമകളൊക്കെ ആണെങ്കിൽ നമ്മളിപ്പോൾ 2025 ആരായിരിക്കും ഇതുപോലെ കാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു നല്ല നല്ല റീലുകളും ഒക്കെ നമ്മളിങ്ങനെ കാണാറുണ്ട്. ഇപ്പോഴത്തെ AI ടെക്നോളജി വെച്ചിട്ട് ഓരോരുത്തരെയും മാറ്റുന്നതും ഒക്കെ. ഇപ്പം റീസെൻ്റ്ലി ഞാൻ ചിത്രത്തിൻ്റെ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ലാലേട്ടനും ചേച്ചിയും കൂടെ നിൽക്കുന്ന
ചെയ്യുന്നതിനകത്തിൽ ഇതുപോലെ മാറ്റിയിട്ടൊക്കെ. ഇപ്പോൾ സിബി സാർ ഇപ്പോൾ 2026 നമ്മുടെ സമ്മർ ഇൻ ബെത്ലഹേം എടുക്കുന്നെങ്കിൽ നിരഞ്ജൻ ആരായിരിക്കും, ഡെന്നിസ് ആരായിരിക്കും, രവിശങ്കർ അഭിരാമി ആരായിരിക്കും സാർ? അറിയില്ല, അത് നമ്മൾ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല. ഇപ്പം ഈ പുതിയ തലമുറയിലെ നമ്മുടെ ഏറ്റവും പോപ്പുലറായിട്ട് നിൽക്കുന്ന ആൾക്കാരെയൊക്കെ തന്നെ കാസ്റ്റ് ചെയ്യുമല്ലോ. ഇപ്പോൾ പൃഥ്വിരാജുണ്ട്, അല്ലെങ്കിൽ എന്താണ് ഫഹദുണ്ട്, നിവിൻ പോളിയുണ്ട്, ഇവരൊക്കെ ആയിരിക്കും അതിനകത്ത് ഓരോ അറിയില്ല നമുക്ക്. എന്നാലും നിരഞ്ജൻ എന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും സങ്കല്പിക്കാൻ പറ്റുമോ? എനിക്ക് അത് ലാലിന് പകരം നമുക്ക് ഒരാളെ എപ്പോഴും കണ്ടെത്താൻ പറ്റത്തില്ല, ചിന്തിക്കാൻ പറ്റത്തില്ല. ലാലിനൊരു ഒരു റീപ്ലേസ്മെന്റ് ഇല്ലല്ലോ. ഇല്ല, അത് ഇപ്പോഴും ഒരു കൺഫ്യൂഷൻ വരും അല്ലേ, ലൈക്ക് ബാക്കി എല്ലാം വന്നാലും നിരഞ്ജൻ ആരെന്നുള്ളൊരു കൺഫ്യൂഷൻ. അതെ. അപ്പോൾ എന്തായാലും നമ്മളും വെയിറ്റിംഗ് ആണ് വീണ്ടും ഒന്ന് തിയേറ്ററിൽ വന്ന് എല്ലാവരും കൂടെ ആയിട്ട് ഒന്ന് എൻജോയ് ചെയ്യാനായിട്ട്. എന്തായാലും താങ്ക് യു സോ മച്ച്. Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler. സ്മാർട്ട് ഫോൺ പർച്ചേസിന് ഓക്സിജൻ നൽകുന്ന ഉറപ്പ്. ഏറ്റവും കുറഞ്ഞ വില, വമ്പിച്ച കളക്ഷൻസ്, ബെസ്റ്റ് ഫിനാൻസ്, ക്യാഷ് ബാക്ക് ആൻഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ. സ്മാർട്ട് ഫോണിന് ഓൺലി ഓക്സിജൻ. Oxygen, the smartphone expert.